ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദാവീദും ഗോലിയാത്തിൻ്റെയും കഥ നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കഥയാണ്. ദാവീദ് എന്ന ബാലൻ ഗോലിയാത്ത് എന്ന മല്ലനെ കീഴ്പ്പെടുത്തി വിജയം പ്രാപിക്കുന്ന ഒരു കഥ. അവിടെ ഈ ഒരു കഥയുടെ ഉള്ളടക്കം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ, ദാവീദ് അവിടെ നേരിട്ടപ്പോൾ കണ്ടത് ഗോലിയാത്ത് എന്ന മല്ലനെ അല്ല, പക്ഷെ ദൈവം എന്ന രക്ഷിതാവിനെയാണ്. ആ സമയത്താണ് ദാവീദിന് ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുവാനും വിജയം പ്രാപിക്കുവാനും കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആ പ്രതിസന്ധിയുടെ വലിപ്പം അല്ല ശ്രദ്ധിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മുടെ കോട്ടയും സംഗീതവുമായ ദൈവത്തിലാണ് നമ്മുടെ ഫോക്കസ് ആ സമയത്തായിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് വളരെ ചെറിയതായി തോന്നും. നമുക്കതിന് നിസ്സാരമായി കീഴ്പ്പെടുത്തുവാനും വിജയം പ്രാപിക്കുവാനും കഴിയും. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ വാഴ്ത്താം. ഭയമോ ഇനി അവസാനമില്ല, എൻ ഭാവിയെല്ലാം താതിൽ കരങ്ങളില്ല, നിരാശയിനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. അങ്ങെന്നുമെൻ ദൈവം തലമുറ അങ്ങെന്റെ സങ്കേതം, തലമുറ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ.